വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വിദ്യയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഓഫീസ് വെയറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം ഭയങ്കര നല്ല റെസ്പോൺസാണ് നിങ്ങളെല്ലാം തന്നത്. അന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് US-ൽ എങ്ങനെയാണ് ഓഫീസിൽ ഡ്രസ്സ് ചെയ്യുന്നതും സീസൺ അനുസരിച്ചിട്ട് ഡ്രസ്സിൻ്റെ സ്റ്റൈൽ മാറുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ജസ്റ്റ് എ ക്വിക്ക് വാക്ക് ത്രൂ ഓഫ് വാട്ട് ഐ ഹാവ് ബീൻ വെയറിംഗ് ടു ഓഫീസ് ലേറ്റ്ലി ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഫോമലിന് ബിസിനസ് കാഷ്വലിലേക്ക് പോകാം. ഈ ഔട്ട്ഫിറ്റ് ഇട്ട ദിവസം എനിക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു C-suite എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ശരിക്കും ഫോമലി ഡ്രസ് ചെയ്തതാണ്. ആ ജാക്കറ്റ് ഒരു ട്വീഡ് ജാക്കറ്റാണ്. ഇത് എൻ്റെ അടുത്ത് ഐ തിങ്ക് ഐ ഹാഡ് ഇറ്റ് സിൻസ് 2006 or 2007. കുറേ കാലം ഇത് ഔട്ട് ഓഫ് സ്റ്റൈലായി പോയി. ഇപ്പം രണ്ടാമത് ട്വീഡ് ഭയങ്കര ഇൻ സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പം. അന്ന് എനിക്ക് തോന്നുന്നു ഇത് ഒരു $30 or $40 ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചാൽ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. മിക്കവാറും ബേർലിംഗ്ടൺ കോട്ട് ഫാക്ടറി അല്ലെങ്കിൽ മേസീസ് ആയിരിക്കും എന്നാണ് എൻ്റെ തോന്നല്. അതിൻ്റെ ഉള്ളൊരു തിൻ സ്വെറ്ററാണ് ഇട്ടേക്കുന്നത്. ഗ്യാപ്പിന്റെ ഒരു വെള്ള സ്വെറ്റർ. ഐ ഹാഡ് ഇറ്റ് സിൻസ് 2007. സ്കേർട്ട് ഇസ് എ ന്യൂവർ സ്കേർട്ട്. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് സ്കേർട്ട്. ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെൻസിൽ സ്കേർട്ട്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സ്കേർട്ട്സ് ആണ് എനിക്ക് കൂടുതൽ ചേരുന്നതുകൊണ്ട് അതാണ് ഞാൻ യൂഷ്വലി ഇടലെന്ന്. പക്ഷേ ഇത് പെൻസിൽ സ്കേർട്ട് ആണെങ്കിലും ഇതിൻ്റെ അടിയിൽ ഒരു ബോക്സ് പ്ലീറ്റ് ഉണ്ട് രണ്ട് സൈഡിലും, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. കട്ടില്ല ബാക്കിൽ, അതിന് പകരം നമുക്ക് മൂവ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ബോക്സ് പ്ലീറ്റ് ആണ്. ഇത് ബ്ലാക്ക് ലേബിൾ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, JC Penney വാങ്ങിയത്. ആൻഡ് ഐ പെയർഡ് ഇറ്റ് വിത്ത് ദീസ് പംപ്സ്. ഇത് ക്ലാർക്സിന്റെ പമ്പാണ്, DHW. ഐ തിങ്ക് ഐ പെയർഡ് ഇറ്റ് വിത്ത് എ സിമ്പിൾ സ്റ്റഡ്. കയ്യിലെ വള എപ്പോഴും ഇടുന്നതാണ് ഞാൻ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റുള്ളൂ. അടുത്തത് ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഓൾ ഹാൻഡ്സ്, ആക്ച്വലി 2-3 ഓൾ ഹാൻഡ്സ് ഉണ്ടായിരുന്നു അന്ന്. അതിന് നമ്മൾ മീറ്റ് ചെയ്തതാണ്. ഡ്രസ് കോഡ് വാസ് ബിസിനസ് കംഫർട്ടബിൾ / കാഷ്വൽ. അത് കാരണം ഞാൻ ജീൻസിലാന്ന് വിചാരിച്ചു. ഈ ജീൻസ് ഒരു സ്ട്രെയിറ്റ് കട്ട് ജീൻസ് ആണ്. അതിന്റെ ഉള്ളിലിട്ടേക്കുന്ന ഷെല്ല് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ഉള്ള ലോഫ്റ്റ് എന്നുള്ള ഒരു ഷെല്ലാണ്. ദ ജാക്കറ്റ് ഇസ് സ്കൂൾ ബോയ് ബ്ലേസർ ഫ്രം J.Crew. ഞാൻ J.Crew ഫാക്ടറി എന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം യൂഷ്വലി ചീപ്പർ J.Crew ഫാക്ടറി വേഴ്സസ് ആക്ച്വൽ J.Crew. ബാക്കിയെല്ലാം ഇത്തിരി ഫോമൽ ആയതുകൊണ്ട് ഒരു ഫൺ എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ റിങ് ഇട്ടു. വേറെ ജ്വല്ലറി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഇട്ടേക്കുന്ന ജീൻസ് ഞാൻ മോന്റെ കൂടെ നിൽക്കുന്ന പടത്തിലുള്ള അതേ ജീൻസ് ആണ്. ഐ പെയർഡ് ഇറ്റ് വിത്ത് ടോറി ബർച്ചിന്റെ പംപ്സ്, ന്യൂഡ് പംപ്സ് ആണ്. അറ്റത്തെ പിക്ചറിൽ ഞാൻ ഇട്ടേക്കുന്ന അതേ ഷൂ തന്നെയാണ് ഞാൻ ഇട്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ഹാവ് ഫുൾ പിക്ചർ. ഓരോ ഇപ്പോഴത്തെ പുതിയ ഓഫീസുകളിലൊന്നും ഞങ്ങളുടെ ഫുൾ ലെങ്ത് മിറർ ഇല്ല, അത് കാരണമാണ് ഫുൾ ലെങ്ത് പടം എടുക്കാൻ പറ്റാത്തത്. അടുത്തത് ടിപ്പിക്കൽ ഒരു ക്ലയന്റ് ഉള്ള അറ്റയറാണ്. ഇത് ഒരു നേവി സ്വെറ്റർ ആണ്. നേവിയും ചെറുതായിട്ടൊരു പീകോക്ക് ബ്ലൂ ഉണ്ട്. അത് ഡിഫറെന്റ് ലൈറ്റിൽ അത് ഡിഫറെന്റ് കളറായിട്ട് തോന്നും. സ്കേർട്ട് ഇസ് എ പ്രിന്റഡ് സ്കേർട്ട്. ഐ ഗോട്ട് ദിസ് ഫ്രം JC Penney. ഒരു സ്ട്രെച്ചി മെറ്റീരിയലിന്റെ ഒരു കംഫർട്ടബിൾ സ്കേർട്ട് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ലിസ് ക്ലെയർവോൺ. ഷൂസ് നിങ്ങൾ പണ്ടേ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്തുള്ള ന്യൂഡ് ഷൂസ് ആണ്. ഫിറ്റ് ചെക്ക് പോലത്തെ ഷോർട്സ് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചിട്ട് ഐ ട്രൈ ടു ഡു വൺ. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ആ ഷൂവിന്റെ കട്ട് മനസ്സിലാവും ഇങ്ങനെ എടുക്കുമ്പോൾ. എനിക്കൊന്നും ടിപ്പിക്കൽ ഫോട്ടോയിൽ മനസ്സിലാവൂലാണ്. ഒരു സൈഡ് ഓപ്പൺ ആണ് ആ ഷൂവിന്റെ. ഐ പെയർഡ് ഇറ്റ് വിത്ത് സ്മോൾ ഡാംഗ്ലിംഗ് ഒരു സർക്കിൾ ഇയറിംഗ് ആണ്. ഇതെനിക്കൊന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ച, ലുലുന്നോ ഗുഡ്വില്ലിന്നോ ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഇയറിംഗ് ആണ്. അടുത്തത് അഗൈൻ ക്ലയന്റിന്റെ അവിടുത്തെ പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. 2 ദിവസവും. ഒന്ന് ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂ സ്വെറ്ററിന്റെ ബ്ലാക്ക് കളറാണ്. ഐ തിങ്ക് ഐ ഹാവ് ഇറ്റ് ഇൻ 3: ബ്രൗൺ, ബ്ലാക്ക് ആൻഡ് നേവി. ആ സ്വെറ്റർ ഇസ് ഫ്രം Nordstrom Rack. ഐ പെയർഡ് ഇറ്റ് വിത്ത് എ ട്വീഡ് ചെക്ക് സ്കേർട്ട്. ഈ ഒരു ചെക്ക് പാറ്റേൺ ഇവിടെ ഗിങ്ഹാം എന്നൊക്കെ പറയും, അത് ഫോളോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ്. ഐ പെയർഡ് ഇറ്റ് വിത്ത് വൈറ്റ് ബിഗ് റിംഗ്. എന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ നീളം കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് റിംഗ്സ് ആണ് കുറച്ചും കൂടി കൂടുതൽ സൂട്ട് ചെയ്യാന്നുള്ള കാരണമാണ് ഞാൻ റിംഗ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. ആ സ്കേർട്ട് ആ പടത്തിലൊക്കെ ക്ലിയർ അല്ല എന്നറിയാം. ഇതാണ് ആ ട്വീഡ് സ്കേർട്ട്. ഞാൻ പറഞ്ഞ പോലെ ചെക്ക് പാറ്റേൺ ആണ്. ഗ്രീൻ, ഒരു നേവിയും കറുപ്പും കൂടി കളർന്ന കളറാണ് വെള്ളം. അതിന് ചെറിയ ചെക്സ്. അഗൈൻ ദിസ് ഇസ് എ പെൻസിൽ സ്കേർട്ട്. ബാക്കിൽ ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്. ഇതും ബ്ലാക്ക് ലേബിൾ ആണ്, JC Penney. അഗൈൻ ഐ പെയർഡ് ദിസ് ആൻഡ് ഓൾസോ യെല്ലോ സ്വെറ്റർ ഇട്ട അതേ ഔട്ട്ഫിറ്റും ഈ പമ്പ് ക്ലാർക്സിനെ നേരത്തെ കാണിച്ച അതേ പമ്പ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഔട്ട്ഫിറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പലതവണയും കണ്ടിട്ടുണ്ടെന്ന്. ആ യെല്ലോ സ്വെറ്റർ പല വീഡിയോയിലും ഉണ്ട്. ആ യെല്ലോ സ്വെറ്റർ ഇസ് ദ ടെഡി സ്വെറ്റർ ഫ്രം J.Crew ഫാക്ടറി. വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ സ്വെറ്റേഴ്സ് that I have. എനിക്ക് ഇതിന്റെ 2 കളർ ഉണ്ടെന്ന്. സ്കാർഫ് ഞങ്ങൾ ഫ്ലോറൻസ് നിന്ന് വാങ്ങിച്ച വാൻഗോ സ്കാർഫാണ്. പാൻറ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ബ്ലാക്ക് പാൻസ്. I've had it for a very very long time. അത് അടുത്ത
അടുത്ത ഔട്ട്ഫിറ്റിൽ ഐ ഷോ യു ദ പാൻസ്. ഐ തിങ്ക് ഐ ഹാഡ് എ ബിഗ് പേൾ സ്റ്റഡ്, അത് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത ഔട്ട്ഫിറ്റിലെ പാൻറ് ഞാൻ നേരത്തെ മഞ്ഞ സ്വെറ്ററിൻ്റെ കൂടെ ഇട്ട അതേ പാൻറ്റാണ്. അത് ലിസ് ക്ലെയർബോണിൻ്റെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഐ ഹാവ് ഹാഡ് ഇറ്റ് ഫോർ മെനി ഇയേഴ്സ്. ഐ ഡോണ്ട് നോ ഫോർ ഹൗ ലോങ്. ഒരു 2013 വാങ്ങിച്ച പാൻറ്റായിരിക്കാം. എനിക്ക് തോന്നുന്നു JCPenney എന്നാണ് വാങ്ങിച്ചതെന്ന്. ഉള്ളില് ഒരു ലേസിന്റെ ഷെല്ലാണ് ഇട്ടേക്കുന്നത്. ഇറ്റ് മൈറ്റ് ബി ഈദർ ഫ്രം JCPenney ഓർ Macy's, എനിക്ക് ഉറപ്പില്ല. മുകളിൽ ഇട്ടേക്കുന്ന സ്വെറ്ററും അഗൈൻ ഐ തിങ്ക് യു ഹാവ് സീൻ ഇൻ ലോട്ട് ഓഫ് വീഡിയോസ്. ഞാൻ ആ സൂഷി വീഡിയോ കാണിച്ചാലും പിന്നെ കഴിഞ്ഞ പോലത്തെ ചെറി ബ്ലോസം വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടേക്കുന്ന സ്വെറ്ററാണിത്. ഇത് ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിഞ്ഞ ഡിസംബർ, ഈ ഡിസംബറിൽ അതിന് മുമ്പത്തെ ഡിസംബറിൽ ഒരു ട്രിപ്പ് പോയ എൻ്റെ ഷോർട്സ് ഞാൻ കാണിച്ചില്ലേ, അപ്പോൾ അവിടുത്തെ ഒരു ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്വെറ്ററാണ്. നിറച്ച് എംബ്രോയിഡറി ചെയ്ത് നല്ല കട്ടിയുള്ള സ്വെറ്ററാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ക്വാളിറ്റി എംബ്രോയിഡറി വർക്ക് ഇപ്പൊ ഒക്കെ കിട്ടുന്നു. ബട്ട് ഈ ചീപ്പ് ഓൾസോ. ഐ തിങ്ക് $10 ഓർ സംതിങ്. ഇത് പെയർ ചെയ്തേക്കുന്നത് ഒരു സെമി പ്രഷ്യസ് സ്റ്റോണിന്റെ മാലയാണ്. എന്റെ പേര് ഞാൻ മറന്നുപോയി. മാല നാട്ടിൽ നിന്നാണ്, അമ്മായിയുടെ ഗിഫ്റ്റ് ആയിരുന്നു അത്. ഇയറിംഗ് ഒരു സ്റ്റീൽ റൗണ്ട് ഹാങ്ങിങ് ഇയറിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് പിങ്ക് കപ്പീസ് ഷെല്ലുണ്ട്. ഐ തിങ്ക് ഐ ഹാഡ് ഇറ്റ് സിൻസ് 2003 or 4. എനിക്ക് തോന്നുന്നു JCPenney എന്നാണ് വാങ്ങിച്ചതെന്ന്. ബിക്കോസ് ആ ഒരു ലൈറ്റ് പിങ്ക് ബോത്ത് കമ്മൽ ആൻഡ് മാല ഇസ് എ കോൺട്രാസ്റ്റ് ടു ദ ബ്ലൂ. ബെൽറ്റ് ഓൾസോ ഐ തിങ്ക് ഇറ്റ് മൈ ബി ഫ്രം മാർഷൽസ് ഓർ എനിത്തിങ്. ഒരു തിൻ ബെൽറ്റ് ആണ് ഇട്ടേക്കുന്നത്. ഷൂസ് ഒരു സ്ലിംഗ് ബാക്ക് പംപ്സ് ആണ്. ആൻക്ലൈൻ്റെ മാർഷൽസ് വാങ്ങിച്ചു. ഇവിടെ ഞാൻ ആ നെക്ലസ് ഇട്ടത് ഒരു സട്ടിൽ ടച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജ്വല്ലറി കൊണ്ട് അങ്ങനെ ഒരു ഔട്ട്ഫിറ്റിനെ സട്ടിലായിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ബ്ലാൻഡ് ഔട്ട്ഫിറ്റിനെ സിഗ്നിഫിക്കന്റ്ലി എലിവേറ്റ് ചെയ്യാൻ പറ്റും ജ്വല്ലറി വെച്ചിട്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് അടുത്ത് കാണിക്കുന്നത്. യു കാൺ സീ ദ ജ്വല്ലറി, ഐ ഷോ യു ഇൻ ദി നെക്സ്റ്റ് പിക്ചർ. അതിന്റെ ഷെല്ലും പാന്റും ബ്ലാക്കും ആണ്, ഷൂസും ബ്ലാക്കും ആണ്. വെരി സിമിലർ ടു ദ ഏർലിയർ ഔട്ട്ഫിറ്റ്. ഈ ഒരു ഔട്ട്ഫിറ്റിൽ the cardigan I chose to wear was a plain grey one. അപ്പോൾ മൊത്തം ഒരു വാഷ്ഡ് ഔട്ട് ലുക്കാണ്. അപ്പോൾ അതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ പെയർ ദിസ് വിത്ത് എ മൾട്ടി കളർ ബീഡഡ് നെക്ലസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫാബ് ഇന്ത്യ എന്നൊരു നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചാണെന്ന്. ഇതിൽ 3 കളേഴ്സ് ആണ് മെയിൻ ആയിട്ട്. ഒന്ന് ആ ഒരു കോപ്പർ സൾഫേറ്റ് ബ്ലൂ, പിന്നെ ഓറഞ്ച്, പിന്നെ ഗ്രീൻ. ബിക്കോസ് ദ നെക്ലസ് വാസ് സോ ബിഗ് ഐ പെയർ വിത്ത് വെരി സിമ്പിൾ. ഐ തിങ്ക് വൈറ്റ് സ്റ്റോൺ ഇയറിംഗോ അതോ ലൈറ്റ് യെല്ലോ കളർ ഏതോ ഒരു ഒറ്റ കല്ലിന്റെ ഇയറിംഗ് വെച്ചിട്ടാണ് ഞാൻ പെയർ ചെയ്തത്. ഇതേപോലെ തന്നെ എക്സാമ്പിൾ ആണ് ലെഫ്റ്റ് സൈഡിൽ. ഇത് എനിക്ക് തോന്നുന്നത് വാസ് എ ഫോൾ ഔട്ട്ഫിറ്റ്. ദാറ്റ്സ് വൈ യു സീ ദോസ് മെറൂൺ ആൻഡ് ദ ഫോൾ കാർഡിഗൻ. ഇതിന്റെ ഉള്ള ഷെല്ല് മെറ്റൽ സിപ്പറിന്റെ ഒരു ഹാങ്ങിങ് സാധനം ഉണ്ട് അതിന്. അത് കാരണം മാലയുടെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഹാഡ് ദറ്റ് മെറ്റൽ സ്റ്റീലിന്റെ ആ ഒരു മെറ്റൽ സിപ്പറിന്റെ എൻഡ് റൗണ്ട് ആയതുകൊണ്ട് ഐ പെയർഡ് വിത്ത് റൗണ്ട് ഡാംഗ്ലിംഗ് ഇയറിംഗ്സ്. ഇത് വെരി ഇന്ത്യൻ ഇയറിംഗ്സ് ആണ്. എനിക്ക് തോന്നുന്നു ലുലുന്ന് വാങ്ങിച്ചാണെന്ന്. ടിപ്പിക്കലി ഞാൻ ഇന്ത്യൻ ഇയറിംഗ്സ് ഓഫീസിൽ ഇടലില്ല. ദിസ് വാസ് വൺ എക്സെപ്ഷൻ ബിക്കോസ് അഗൈൻ എവറിഥിങ് വാസ് വെരി മോണോക്രോമാറ്റിക്. ജസ്റ്റ് ബിക്കോസ് ഐ ആഡഡ് ദ ഡാംഗ്ലിംഗ് ഇയറിംഗ്. കുറച്ചൊരു ഫൺ എലമെന്റ് വന്നു ഔട്ട്ഫിറ്റിന്, അത്രേ ഉള്ളൂ. പാന്റ് എന്താ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇട്ടത്. അടുത്ത ഔട്ട്ഫിറ്റ് ഇസ് ഹൗ യു ക്യാൻ വെയർ ദ സെയിം തിങ് ഡിഫറെന്റ്ലി. രണ്ടിലും ടോപ്പ് സെയിം ആണ്. ഞാനത് പണ്ടത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ടോപ്സ്. ഇത് ആൻ ടൈലർ എന്നുള്ള ടോപ്പാണ്. ഇതിന്റെ സ്ലീവിൽ ഒരു ബെൽ സ്ലീവ് പോലെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്കിയൊക്കെ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഐ പെയർഡ് ഇറ്റ് വിത്ത് എ വെരി ഓൾഡ് സ്ട്രെയിറ്റ് ലെഗ് ബേജ് കളർ പാൻസ് ആണ്. ഡാർക്ക് ബേജ് ഷെയ്ഡ് ആണ്. അതുമ്പോൾ തിൻ ഡാർക്ക് ഗ്രേയുടെ ഒരു തിൻ സ്ട്രൈപ്സ് ഉണ്ട് ആ പാൻറ്റമ്മ. ദിസ് ഇസ് ഫ്രം GH Bass and I think it's from the New Jersey days. ബാസിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിച്ചായിരിക്കും മിക്കവാറും. അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തുനിന്നും അത് വാങ്ങാൻ ചാൻസ് ഇല്ല. ഐ പെയർഡ് ഇറ്റ് വിത്ത് ലെതർ പംപ്സ്. ബ്രാൻഡ് അത്ര അറിയുന്ന ബ്രാൻഡ് ഒന്നും അല്ല. ഈ ഷൂസ് വാസ് ഓൺ ക്ലിയറൻസ്. ഐ തിങ്ക് മേ ബി 2014 TJ Maxx ക്ലിയറൻസിന് ഐ തിങ്ക് ഇറ്റ് വാസ് ലൈക്ക് $10. ഐ പെയർഡ് ഇറ്റ് വിത്ത് കൗറി ഷെൽ നെക്ലസ്. കൗറി ഷെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കവടിയില്ലേ, കവടി നേരത്തെ ആ ഷെല്ലാണ്. ഇറ്റ്സ് എ 2-layer നെക്ലസ്. J. Crew ഫാക്ടറി എന്നാണ് ആ നെക്ലസ്. പ്ലീസ് കമന്റ് ബിലോ ഇഫ് യു വുഡ് ലൈക്ക് ടു സീ മോർ ഓഫ് ദീസ് check type of shots. കമ്മല് I think I paired it with a regular small ring. അത് എവിടെന്നാ വാങ്ങിച്ച എനിക്ക് ഉറപ്പില്ല. മേ ബി J. Crew factory, I'm not sure. റൈറ്റ് സൈഡിൽ സെയിം ടോപ്പ് ബട്ട് ഐ എം വെയറിംഗ് വിത്ത് എ ലോങ്ങർ നെക്ലസ്. ഐ തിങ്ക് ദറ്റ് നെക്ലസ് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. മൈ ബി ഫ്രം ആൻ ടൈലർ ഫാക്ടറി ഔട്ട്ലെറ്റ്. ആൻ ടൈലറിന്റെ പാന്റ് ആണ്. ദാറ്റ് ഇസ് ലൈക്ക് ഒരു പച്ചയല്ല കറുപ്പുമല്ല, അതിന്റെ രണ്ടിന്റെ ഇടയിലൊരു കളറാണ്. അതെ, ഈ ഒരു പടത്തില് ഞാൻ ഇട്ടേക്കുന്ന അതേ പാൻസ് തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ച ഹീൽ ഷൂ ഒന്നും മെട്രോയിൽ ഇട്ട് പോകാനില്ല. എൻ്റെ ഓഫീസിലേക്ക് എനിക്ക് മെട്രോ എടുത്ത് പോകണം. ഞാൻ പണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മെട്രോയിൽ ഹീൽസ് ഇട്ട് പോകാന്ന് വെച്ചാൽ തീരെ കംഫർട്ടബിൾ അല്ല. അത് കാരണം ഞാൻ either I keep it in the office or I take the pumps with me. എന്നിട്ട് കംഫർട്ടബിൾ ആയ ഷൂസാണ് മെട്രോയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ് ചെക്കിൻ്റെ ഷോർട്സ്
നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യൂ. ഐ സ്റ്റാർട്ട് ആഡിങ്. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.